നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ വീട്ടുതടങ്കലിലാക്കിയിരിക്കുന്നു എന്ന ആരോപണവുമായി രംഗത്തെത്തുകയാണ് തൃണമൂൽ കോൺഗ്രസ്. കഴിഞ്ഞ 16 മണിക്കൂറുകളായി മമതാ ബാനർജിയെ വീടിന് പുറത്തേക്കിറങ്ങാൻ അനുവദിക്കുന്നില്ല എന്നാണ് ആരോപണം. സംസ്ഥാനത്തെ BJP സർക്കാരും കേന്ദ്ര സർക്കാരും ചേർന്നാണ് മമതാ ബാനർജിയെ രാഷ്ട്രീയമായി വേട്ടയാടാനായി വീട്ടുതടങ്കലിലാക്കിയിരിക്കുന്നത് എന്നാണ് തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ ആരോപിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി മമതാ ബാനർജിയുടെ വീട് പോലീസും കേന്ദ്രസേനയും ചേർന്ന് വളഞ്ഞിരുന്നു. ഇപ്പോഴും മമതാ ബാനർജിയുടെ വീട്ടിന് മുന്നിൽ ശക്തമായ പോലീസ് കാവലുണ്ട്. കേന്ദ്രസേനയും അതുപോലെ തന്നെ പോലീസുമെല്ലാം ഇപ്പോഴും മമതാ ബാനർജിയുടെയും അതുപോലെ തന്നെ മരുമകൻ അഭിഷേക് ബാനർജിയുടെയും വീട് വളഞ്ഞിരിക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസ് ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മമതാ ബാനർജി എന്ന തങ്ങളുടെ നേതാവിനെ സർക്കാർ വീട്ടുതടങ്കലിലാക്കിയിരിക്കുന്നുവെന്നും മനുഷ്യാവകാശ ധ്വംസനം നടത്തിയിരിക്കുന്നുവെന്നുമാണ് തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസം സൗത്ത് 24 പർഗാനാസ് ജില്ലയിലെ ബാറുയിപൂരിൽ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. 12 വയസ്സുകാരിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഈ പെൺകുട്ടി ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട ശേഷം കൊല്ലപ്പെടുകയായിരുന്നു എന്ന് പിന്നീട് വാർത്ത പരന്നു. അതിനുശേഷം 26-കാരനെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ പിടികൂടുകയും മർദ്ദിച്ചു കൊല്ലുകയും ചെയ്തു. ഇങ്ങനെയുള്ള ചില ക്രമസമാധാന പ്രശ്നങ്ങൾ അവിടെ അരങ്ങേറുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ പെൺകുട്ടിയുടെ വീട് സന്ദർശിക്കാനിരിക്കുകയായിരുന്നു മമതാ ബാനർജി. ഈ സംഭവത്തെ സർക്കാരിനെതിരെ തിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും മമതാ ബാനർജി കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. അതായത് മമതാ ബാനർജി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അന്ന് സ്ത്രീകൾക്കെതിരെ നടന്ന പല ആക്രമണങ്ങളിലും സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പ്രചരണം BJP നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ സമാനമായ രീതിയിൽ സ്ത്രീ സുരക്ഷ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ പറയുന്ന ബലാത്സംഗവും കൊലപാതകവുമെല്ലാം സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രചരണം നടത്താനായിരുന്നു മമതാ ബാനർജിയുടെ നീക്കം. ആ നീക്കമായിരിക്കാം ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ തടഞ്ഞു വെച്ചത്. അങ്ങനെയാണ് മമതാ ബാനർജി വീട്ടുതടങ്കലിലായിപ്പോയത് എന്ന് പൊതുവെ വിലയിരുത്തുന്നുണ്ട്. എന്തായാലും സംഘർഷബാധിത മേഖലയിലേക്ക് മമതാ ബാനർജി എത്തിയാൽ അവിടെ കൂടുതൽ സംഘർഷഭരിതമാകുമെന്നും വിഷയം വെറുതെ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുമെന്നും അത് ബംഗാൾ എന്ന സംസ്ഥാനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിക്കാൻ ഇടയുണ്ടെന്നും സർക്കാർ കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ സംഘർഷബാധിത മേഖലയിലേക്ക് തൽക്കാലം മമത പ്രവേശിക്കേണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടാകും. എന്തായാലും ഔദ്യോഗികമായി വീട്ടുതടങ്കലിലാണ് എന്ന സ്ഥിരീകരണമൊന്നും ആരും നൽകിയിട്ടില്ല. മമതാ ബാനർജിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവരുടെ വീടിന് മുന്നിൽ പോലീസും അതുപോലെ തന്നെ കേന്ദ്രസേനയും അടങ്ങുന്ന സുരക്ഷാ സംവിധാനം ഒരുക്കി എന്ന് മാത്രമേയുള്ളൂ എന്നാണ് സർക്കാരിൻ്റെ പക്ഷം. പക്ഷേ തൃണമൂൽ കോൺഗ്രസ് ഇതിനെ ശക്തമായി എതിർക്കുകയാണ്. അവർ സർക്കാരിനെതിരെ കടുത്ത ആരോപണം ഉന്നയിക്കുകയുമാണ്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ പരാജയത്തിന് ശേഷം രാഷ്ട്രീയമായി ഉയർത്തെഴുന്നേൽക്കാൻ പറ്റിയ ഒരു വിഷയമായി മമതാ ബാനർജി ഇതിനെ കാണുന്നുണ്ട്. കാരണം TMCയുടെ ഭരണകാലത്ത് നിരവധി സ്ത്രീകൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ നടന്നിരുന്നു. ആ ആക്രമണങ്ങളെല്ലാം മമതാ ബാനർജിയുടെ സംഘവും അല്ലെങ്കിൽ മമതാ ബാനർജിയുടെ പാർട്ടിക്കാരും അടുപ്പക്കാരുമെല്ലാം നടത്തിയതാണ് എന്ന ആരോപണം ഉയർന്നിരുന്നു. പല കേസുകളിലും അന്വേഷണം ചെന്നെത്തി നിന്നിരുന്നത് മമതാ ബാനർജിയുടെ അടുപ്പക്കാരിലേക്ക് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ജനവികാരം സർക്കാരിന് എതിരായി മാറി. BJP അന്ന് ഈ RG കാർ ആശുപത്രിയിലും അതുപോലെ തന്നെ സന്ദേശ് ഖലിയിലുമൊക്കെ നടന്ന അനിഷ്ട സംഭവങ്ങളെ സർക്കാരിനെതിരെ വലിയ ആയുധമാക്കിയിരുന്നു. ഈ കഴിഞ്ഞുപോയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ പരാജയം ഉറപ്പുവരുത്തിയ ഘടകങ്ങളിലൊന്ന് സ്ത്രീകൾക്കെതിരായ ആക്രമണം തന്നെയായിരുന്നു. സ്ത്രീകൾക്കെതിരായി ആക്രമണം നടത്തുന്ന കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് അന്ന് പോലീസും സർക്കാരുമെല്ലാം സ്വീകരിച്ചിരുന്നത്. ഇതിനെതിരെയായിരുന്നു വലിയ പ്രതിഷേധം ആഞ്ഞടിച്ചത്. എന്നാൽ ഇപ്പോൾ സൗത്ത് 24 പർഗാനാസിൽ നടന്നിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണം. ഒരു 12-കാരിയായ പെൺകുട്ടിയുടെ മൃതദേഹം ലഭിക്കുകയും ഇതിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിയെന്ന് കരുതുന്ന 26-കാരനെ നാട്ടുകാർ തല്ലിക്കൊല്ലുകയും ചെയ്തിരിക്കുകയാണ്. എന്താണ് ഈ സംഭവത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്നറിയാൻ കഴിയില്ല. അന്വേഷണം നടത്തേണ്ടി വരും.
പ്രാഥമികമായി പോലും എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരണമെങ്കിൽ അല്പം സമയമെടുക്കും. എന്നാൽ ഇത് അതിനു മുമ്പ് തന്നെ രാഷ്ട്രീയ വിഷയമാക്കി മാറ്റാനാണ് മമതാ ബാനർജി ശ്രമിച്ചത്. BJPയുടെ ഭരണകാലത്തും സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങൾ തുടരുകയാണ് എന്ന് വരുത്തി തീർക്കാനായിരിക്കും ഈ മമതാ ബാനർജി കേസിലൂടെ ശ്രമിക്കുക. ഇത് മമതാ ബാനർജിക്ക് വലിയ രാഷ്ട്രീയ മൈലേജ് നൽകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മമതാ ബാനർജിയുടെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി പോലും ഇന്ന് മമതാ ബാനർജിക്ക് ഒപ്പമില്ല. പല MP-മാരും MLA-മാരുമെല്ലാം പാർട്ടി വിട്ട് പുറത്തുപോയി. മാത്രമല്ല ഭൂരിഭാഗം MLA-മാരും അപ്പുറത്തായതുകൊണ്ട് തന്നെ പാർട്ടിക്ക് ഒരുപക്ഷെ സംസ്ഥാനത്ത് നിരോധനം നേരിടേണ്ടി വന്നേക്കാം. ഭൂരിഭാഗം MLA-മാരും MP-മാരും വിമതപക്ഷത്തേക്ക് പോയി എന്നുള്ളത് കൊണ്ട് തന്നെ മമതാ ബാനർജിയുടെ കയ്യിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി നഷ്ടപ്പെട്ടു എന്ന് വരാം. കാരണം വിമതരുടെ പക്ഷത്തിനായിരിക്കും ഭൂരിപക്ഷം. അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മൊഴി നൽകും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തും. അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ സത്യമാണ് എങ്കിൽ പാർട്ടി ചിഹ്നവും പാർട്ടിയുടെ ആസ്തി വകകളും അതുപോലെ തന്നെ പാർട്ടിയുടെ ഓഫീസുമെല്ലാം വിമതപക്ഷത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ മമതാ ബാനർജി വലിയ രാഷ്ട്രീയ ഭീഷണി നേരിടുന്ന സമയമാണ്. ഈ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ വിഷയം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നാൽ രക്ഷപ്പെടാമെന്ന് മമത കരുതുന്നു. അതിനു വേണ്ടിയിട്ടാണ് മമതാ ബാനർജി ഇപ്പോൾ ഈ 12-കാരിയുടെ മരണം കരുവാക്കി ബംഗാളിൽ വലിയ സമരങ്ങൾ നടത്താൻ ഒരുങ്ങിയത്. എന്നാൽ അതിപ്പോൾ സർക്കാർ മുളയിലെ നുള്ളിയിരിക്കുകയാണ്. അതൊരു താൽക്കാലിക സംവിധാനം മാത്രമായിരിക്കാം. പക്ഷേ എന്തായാലും ഇപ്പോൾ മമതാ ബാനർജിയുടെ ആ രാഷ്ട്രീയ നീക്കത്തിന് സർക്കാർ തടയിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 16 മണിക്കൂറുകളായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനോ ഈ പറയുന്ന ക്രൈം നടന്ന സ്ഥലത്തേക്ക് പോകാനോ ഒന്നും തന്നെ മമതാ ബാനർജിക്ക് സാധിച്ചിട്ടില്ല. സർക്കാർ ഇക്കാര്യങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ വരുത്തുന്നതാണ് എന്ന് കൃത്യമായും അനുമാനിക്കാം. കാരണം അവിടെ വലിയ രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നമുണ്ട്. ക്രമസമാധാന പ്രശ്നമുള്ള ഇടത്തേക്ക് മമതാ ബാനർജിയെ പോലെ ഈ സ്ത്രീ സുരക്ഷയിൽ വലിയ താല്പര്യമൊന്നും കാണിക്കാതിരുന്ന ഒരു മുൻ മുഖ്യമന്ത്രി ചെന്ന് കയറിയാൽ തീർച്ചയായും അവിടുത്തെ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ സർക്കാർ ഈ ഭാഗത്തേക്ക് പ്രവേശനം നിഷേധിച്ചത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്ന മമതാ ബാനർജി പശ്ചിമ ബംഗാളിൽ പിന്നീട് 15 വർഷം തുടർച്ചയായ ഭരണം കാഴ്ചവെക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഈ 15 കൊല്ലം കൊണ്ട് ഉണ്ടായത് ശക്തമായ ഭരണവിരുദ്ധ വികാരമായിരുന്നു. ഈ വികാരമാണ് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഉണ്ടായിരുന്ന സർക്കാരിനെ വലിച്ച് താഴെയിട്ടതും, അതായത് മമതാ ബാനർജിയുടെ സർക്കാർ താഴേക്ക് പോയതും പിന്നീട് BJPയുടെ നേതൃത്വത്തിൽ ചരിത്രത്തിലാദ്യമായി ബംഗാളിൽ ഒരു സർക്കാർ അധികാരത്തിൽ വരുന്നതും. സർക്കാർ അധികാരത്തിൽ വന്നയുടൻ തന്നെ കഴിഞ്ഞകാല സർക്കാരുകളുടെ കുറവുകൾ പരിഹരിക്കുന്ന തരത്തിലുള്ള പല നീക്കങ്ങളും നടത്തിയിട്ടുണ്ട്. അതായത് അതിർത്തിയിൽ വേലി കെട്ടി സംരക്ഷണം ഒരുക്കാൻ സൈന്യത്തിന് സ്ഥലം കൈമാറുന്നതടക്കമുള്ള സുപ്രധാന തീരുമാനങ്ങൾ സുവേന്ദു അധികാരി സർക്കാർ കൈക്കൊണ്ടു. ഈ സമയത്താണ് ബലാത്സംഗ കേസ്, അതായത് 12 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത കേസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സർക്കാരിനെതിരെ ഒരു വലിയ രാഷ്ട്രീയ നീക്കം നടത്താമെന്ന് മമതാ ബാനർജി ഒരു ശ്രമം നടത്തിയത്. അതുകൊണ്ട് തന്നെ ആ ശ്രമം മുളയിലെ BJP നുള്ളുകയായിരുന്നു. ഇങ്ങനെ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്നതിൽ നിന്ന് തൽക്കാലം പാർട്ടി മമതാ ബാനർജിയെ തടഞ്ഞിരിക്കുന്നു.